നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ആ പറഞ്ഞതൊക്കെ നിന്നെ ഇത്രയും വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്ക് വേണ്ടത് ക്ഷമാപണമല്ലേ? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടിയിരിക്കുന്ന? എന്റെ പൊന്നു രാജു, നീ വന്ന് സോറി പറഞ്ഞാലേ ആഹാരം കഴിക്കൂന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കിയ രമ്യ. ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി മോനെ. ഒരു വറ്റ ആഹാരം പോലും അവൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താ രമ്യ ഇത്? നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? ആ, നീയല്ലേ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്? വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് വന്ന ഒരു കോള് നീ കണ്ടിട്ടും നീ കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വർമ്മ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ പോവാൻ തുടങ്ങിയപ്പോ നീ ബൈക്കിന്റെ കീ എടുത്തു വെച്ച് ഞാൻ ചോദിച്ചപ്പോ തരാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു. നീ അത്രയൊക്കെ ചെയ്തപ്പോ ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയാ ഒന്നോ രണ്ടോ വാക്കോർത്ത് നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ? ഒന്നോ രണ്ടോ വാക്കുകളോ? രാജു എന്റെ മുഖത്ത് നോക്കി എനിക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചില്ലേ? എന്താ മോളെ ഇത്? ഈ നിസ്സാര കാര്യത്തിന് നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലോ? നീ അച്ഛന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നിന്റെ അമ്മ ഈ പാവം അച്ഛനെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച വഴക്ക് പറയുന്നത് നിനക്കറിയില്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇത് വെറും നിസ്സാരം. അച്ഛൻ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കുന്ന രാജുവിനോടാ. ഞാനിപ്പോ എന്താ വേണ്ടത്? ശരി, സമ്മതിച്ചു. ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചപ്പോ ദേഷ്യം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി. ഞാൻ ആ പറഞ്ഞതൊക്കെ നിന്നെ ഇത്രയും വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്ക് വേണ്ടത് ക്ഷമാപണമല്ലേ? ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഐ എം വെരി സോറി. റിയലി റിയലി സോറി. ഏയ്, അങ്ങനെ സോറി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല രാജു. നമുക്കിടയിൽ ഈ സോറിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ മോള് തന്നെ എത്ര പെട്ടെന്ന് അവളുടെ വിധം മാറിയത്. 10 ഗുണം 10 ഗുണം. നിങ്ങളൊക്കെ എന്തെങ്ങനെ നോക്കുന്നേ? നിങ്ങൾ പോയി ആഹാരം കഴിക്കുന്നേ? സമയം പാതിരാത്രിയായി. എങ്കിലും ഞങ്ങള് പോട്ടെ മോളെ. സമയം ഒരുപാട് വൈകി. പോയി ആഹാരം കഴിക്കരാതമ്മേ. അല്ല, കറി എന്തെങ്കിലും വേണോ? ഏയ്, ഒന്നും വേണ്ട മോളെ. മോനെ വാ, നമുക്ക് പോവാം. ശരി. ഒരു പെരുമഴ തോർന്നത് പോലുണ്ട്. പാവളെ, വിശന്നിട്ട് വയ്യ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. സോറി. അമ്മേ, അമ്മേ കോഫി കുടിച്ച്. എന്താടാ? അമ്മ ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അമ്മയൊന്ന് ഉഷാറാവാനായി ഞാനൊരു കോഫി അടിച്ചതാ. ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ ഈ കിച്ചണിലേക്കുള്ള പോക്കേ അത്ര നല്ലതിനല്ല. പാടില്ലാത്തത് വല്ലതുമാണ് നിന്റെ മനസ്സിലെങ്കിൽ നിന്റെ തൊലി ഞാൻ ഒരിക്കും.
മനസ്സിലായോ? അയ്യോ അമ്മേ. പ്രതിവേട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നീ ശേഖരനെ വിളിക്കാം, ഞാനേ പോരാ. അമ്മേ ദേ, പ്രതാപ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഞാനേ പോരാ, നിങ്ങളിരിക്കുക. ആ എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ തെളിയാത്തത്? എങ്ങനെ തെളിയും? ഋതികക്കെതിരെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്ലാനുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയല്ലേ? നിന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ കൊണ്ട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവൾ ആ കള്ള ഒപ്പിട്ട സംഭവത്തിലും പ്രതാപൻ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയിലാ ഞാൻ. അമ്മ ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് ഇനി അവസരങ്ങൾ കിട്ടും. അവസരങ്ങൾ നോക്കിയിരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ദീപകെ. ആലോചിക്കണം. ആലോചിച്ച് അവസരങ്ങൾ സൃഷ്ടിക്കണം. കിട്ടുന്ന അവസരങ്ങളെ പ്രായോഗികമായി വിനിയോഗിക്കണം. മന്ത്രി പ്രതാപ് വർമ്മക്ക്, മന്ത്രി പ്രതാപ് വർമ്മക്ക്. ശരി, ഞാൻ വിളിക്കാം. ശേഖര, എന്താ ചേട്ടാ, എന്താ അവിടെ ഒരു ബഹളം? ഞാൻ നോക്കാം ചേട്ടാ. സർ, സാറിനെ കാണാൻ വേണ്ടി കലാം നഗറിൽ നിന്ന് കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. ശരി, അവരകത്തേക്ക് കയറ്റി വിടാൻ പറയും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് നാടിന്റെ അനുമോദനങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഹീറോ ആയിരിക്കുകയാണ് പ്രതാപ് വർമ്മ. മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ മൂലം ഒരു രോഗിയെ മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ് പ്രതാപ് വർമ്മ. രാഷ്ട്രീയ മേഖലയിലെയും സിനിമാ കായിക മേഖലയിലെയും പ്രമുഖ വ്യക്തികൾ വർമ്മയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. മന്ത്രി പ്രതാപ് വർമ്മക്ക്, മന്ത്രി പ്രതാപ് വർമ്മക്ക്, മന്ത്രി പ്രതാപ് വർമ്മക്ക്, മന്ത്രി പ്രതാപ് വർമ്മക്ക്, മന്ത്രി പ്രതാപ് വർമ്മക്ക്. എന്താ രാജു ഇതൊക്കെ? സർ, ഞങ്ങൾ കലാഗ്രാമത്തിലെ താമസക്കാരാണ്. വർമ്മ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിനു? വർമ്മ സാറ് കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചപ്പോ ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ നാട്ടുകാര് ഇലക്ഷൻ വർക്ക് ചെയ്തതും വോട്ട് ചെയ്തതും വർമ്മ സാറിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ആവശ്യം വന്നപ്പോ അന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന പലരുടെയും വീടുകളിൽ കയറിയിറങ്ങി. പക്ഷെ കോടീശ്വരന്മാരായ ആരും ഈ കുട്ടിയെ സഹായിച്ചില്ല. ഈ കുട്ടിക്ക് വേണ്ട ധനസഹായം പരമാവധി വേഗത്തിൽ കിട്ടി. ഈ ചേട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം വർമ്മ സാറിന്റെ ഒരു ഒപ്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.